കുട്ടിക്കൽ ജയചന്ദ്രൻ സിനിമാ താരമാണ്, അറിയപ്പെടുന്ന ആളാണ്. ഇതേപോലെ വ്യാജ പോക്സോയിൽപ്പെട്ട് 6.5 മാസം ഒളിവിൽ കഴിഞ്ഞ് അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം പോയി, കരിയർ പോയി. അദ്ദേഹത്തിന്റെ ഭാര്യ സെറീന സാറിന്റെ പരിപാടിക്ക് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സെറീന കാരണമാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ ആത്മഹത്യ നിൽക്കുന്നത്. ഇന്നത്തെ ഈ പരിപാടിക്ക് വരാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തു, ബാലേന്ദ്രൻ സാർ റിക്വസ്റ്റ്. ബാലേന്ദ്രൻ അല്ല, ഒരു സെന്റ് കേൾക്കണം. ബാലേന്ദ്രൻ സാറിന്റെ വ്യാജ പരാതി വന്നു. അദ്ദേഹം പറയുകയാണ്, എന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യായിരുന്നു. കാര്യം നാണക്കേട് എനിക്ക് സഹിക്കാൻ വയ്യ. 71 വയസ്സായ മനുഷ്യനാണ്. അദ്ദേഹത്തോട് ഇന്ന് പരിപാടിക്ക് വരാമെന്ന് വെച്ചാൽ അദ്ദേഹം ഇന്നൊരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന് എന്താ പറയുക, നീതിയും അദ്ദേഹത്തിനെ കരിവാരത്തേച്ചവരെ എത്ര പേരാണ് അങ്ങനെ. അവിടെയാണ് ഇന്നലെ സുപ്രീം കോടതി വിധി വന്നു. എന്താ ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞല്ലോ. ആ പറഞ്ഞപ്പോ ഇന്നലെ വരെ കേസെടുത്തിട്ടുള്ള, അകത്തു പോയിട്ടുള്ള, ഇതേ വകുപ്പ് വെച്ച് കേസെടുത്തിട്ടുള്ള അകത്തു പോയവരുടെയൊക്കെ ആണുങ്ങളായ ആണല്ലോ, പെണ്ണുങ്ങളല്ലോ പോയിക്കുന്നത്. ആ പോയ ആണുങ്ങളുടെ ഈ നഷ്ടപ്പെട്ടു പോയ ഇത്രയും വർഷവും അവർക്കുണ്ടായ നഷ്ടവും അവർക്കുണ്ടായ ഡാമേജും ഈ പറഞ്ഞ ഏതെങ്കിലും കൗൺസിലിംഗ് കൊണ്ട് നിൽക്കുമോ? പിന്നെ രണ്ടാമത്തെ കേസ് വെച്ചാൽ സ്കൂളുകളിൽ കൗൺസിലിംഗ് ഇപ്പോഴും ഉണ്ട്. ഈ കുട്ടികളൊന്നും നല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ പറയുന്ന കുട്ടികളോ ഈ പ്രായത്തിലുള്ള അവർ സ്കൂളുകളിൽ, ഹൈസ്കൂളിൽ, ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. എനിക്ക് 3 സ്കൂളുണ്ടായിരുന്നു. 3 സ്കൂളിലും കൗൺസിലേഴ്സ് ഉണ്ട്, കൗൺസിലേഴ്സ് കൊടുക്കുന്നുണ്ട്. അവരല്ലല്ലോ പ്രശ്നക്കാർ, അവരല്ല ഇവരായിരിക്കും ഈ കേസ് കൊടുത്ത ഒന്നും അവരല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് പുരുഷ കമ്മീഷൻ അത്യാവശ്യം. കാര്യം ഇവർക്ക് പറയാൻ ഒരു വേദി വേണം. 14 ദിവസം അകത്ത് പോയ രാഹുൽ ഈശ്വറിന് തിരിച്ചു വന്നപ്പോഴാണ് വന്ന് സംസാരിക്കാൻ പറ്റിയെന്നുള്ളത്. അത് രാഹുൽ ഈശ്വറായണ്ട, ഉമ്മൻചാണ്ടി അകത്ത് പോയത് ഉമ്മൻചാണ്ടി ആയതുകൊണ്ടാണ്. അതേസരം ഞാനോ അല്ലെ ശ്രീകണ്ഠൻ സാർ വലിയ ആളായിട്ടും സെലിബ്രിറ്റി ആയിട്ടും ചിലപ്പോൾ പറ്റത്തിലേക്കും. പക്ഷേ ഉഷിച്ചേച്ചിയൊക്കെ കരയുന്ന വിഷമം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് സാറകത്ത് പോകത്തിലേക്ക്. പക്ഷേ ഈ ഇരിക്കുന്ന സാധാരണക്കാരിയിരിക്കുന്ന പുറയിലുണ്ട്. ഇവരിൽ ഭാര്യമാരോ സഹോദരിമാരോ അല്ലെങ്കിൽ ആരെങ്കിലോ കൊടുക്കുന്ന പെറ്റീഷൻ അനുസരിച്ച് അകത്ത് പോയിട്ട് ഇന്നലെ വരെ ഉണ്ടായിരുന്ന വകുപ്പ് വെച്ച് കേസെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ ആരും മറുപടി പറയും? സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞ മറുപടി എല്ലാ ഹൈക്കോടതിക്കും ബാധകമാണ്, എല്ലാ കോടതിക്കും ബാധകമാണ്. പക്ഷേ അത് ഇതിന് മുമ്പെടുത്തതിനെ കുറിച്ച് എന്താ പറയട്ടെ? ഈ കേസുകൾ ഒന്നിലധികം പ്രാവശ്യം ഉള്ള സ്ഥിതിക്ക് അത് റേപ്പല്ല. ആ റേപ്പ് വെച്ചാൽ ഒന്നാമത് അകത്താക്കുന്നത്. രാത്രി വന്ന് 12 മണിക്ക് അറസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെളുപ്പിനെ 3 മണിക്ക് അറസ്റ്റ് ചെയ്യുന്നത്. റേപ്പ് പോലും കരുതണം 13 കൂട്ടം കാര്യങ്ങൾ സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. ഇത് രാഹുൽ ഈശ്വർ പറയുന്ന ഈ മെൻസ് കമ്മീഷനും നമ്മൾ പറഞ്ഞേക്കുന്ന ഈ പരാതിയും രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിനകത്തൊരു നിയമ ഭേദഗതിയാണ്. ഞാൻ പറഞ്ഞ രാഹുൽ ഒരു പുരുഷ കേസരി ആയതുകൊണ്ട് ഒരു പുരുഷ കമ്മീഷനായിരിക്കുന്നത് എനിക്ക് മനസ്സിലാവും. മാം ഒരു സ്ത്രീയാണ്, മാം ഒരു പോരാട്ടക്കാരിയാണ്. പോരാളി എന്നുള്ളതിൽ ഈ പുരുഷ കമ്മീഷൻ വന്നാൽ സ്ത്രീകൾക്ക് എന്ത് നേട്ടം ഉണ്ടാവും? സ്ത്രീകൾക്ക്, ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ചുള്ളതാണല്ലോ ഒരു കുടുംബം എന്ന് പറയുന്നത്. ഇതിനകത്ത് പുരുഷന് വരുന്ന ട്രോമയിൽ കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഈ പുരുഷ കമ്മീഷൻ വരുന്ന, ഞാൻ അങ്ങനെ ഒരു കമ്മീഷൻ എന്ന് ഉദ്ദേശിച്ചല്ല. ഈ നിയമങ്ങളിൽ നമ്മൾക്ക് വന്നേക്കുന്ന ഇപ്പോഴും സുപ്രീം കോടതി കൊണ്ടുവന്നേക്കുന്ന നിയമങ്ങളിൽ വളരെ മൈന്യൂട്ടായ ചില ഭേദഗതികൾ വരുത്തുക, പുരുഷൻ്റെ ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്ത് വെക്കുക, അവൻ കുറ്റവാളിയെന്ന് തിരുത്തപ്പെടുന്നത് വരെ, കോടതി പറയുന്നത് വരെ. ചാനലുകാർ അപ്പം തന്നെ പ്രതിയെന്ന് പറയുന്നു. കോടതി പറഞ്ഞിട്ടുണ്ട് പ്രതിയെന്ന് പറയാൻ പാടില്ലെന്ന്. അഡ്വക്കേറ്റ് ഇരിക്കുന്നു, എന്നെ ഇനി അടിക്കാൻ വരുമെന്ന് എനിക്കറിയില്ല. ഞാനുള്ള കാര്യം പറഞ്ഞാണ്. പിന്നെ എൻ്റെ ഒരുപാട് അനുഭവങ്ങളിലൂടെ, എൻ്റെ ഒരു 10-36 വർഷത്തെ മെഡിക്കൽ ജീവിതത്തിലൂടെ എൻ്റെ മുന്നിൽ വന്ന പല കേസുകളും, നമ്മൾ കൗൺസിലിംഗ് കൊടുത്തിട്ടുള്ള പല കേസുകളും, അങ്ങനെ വന്ന പല കേസുകളിൽ നിന്നും എനിക്ക് ഒത്തിരി വേദനാജനകമായ കുറേ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാം നമ്മൾക്ക് അനുകൂലിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിലൊരു പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണോ ഇതിനകത്ത് വലിയ എതിർപ്പ് വരുന്നത്? അത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പുറകിലുള്ളത് സ്ത്രീയല്ലേ, അമ്മ സ്ത്രീയല്ലേ, ഭാര്യ സ്ത്രീയല്ലേ, വളർന്ന മോള് സ്ത്രീയല്ലേ. ഞാൻ പറയുന്ന ഈ നാഷണൽ ജസ്റ്റിസ് ഫോർ അലയൻസ് ഫോർ ഓൾ എന്ന് പറയുന്ന നമ്മുടെ സംഘടന 50ഓളം NGOസും അതിൽ കൂടുതൽ തന്നെ അവിടുത്തെ സാമൂഹിക സംഘടനകളും ഇന്ത്യയിലൊട്ടാകെയുള്ള സാമൂഹിക സംഘടനകളും കൂടെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഇത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ കയ്യിൽ കൊണ്ട് കൊടുത്ത സാധനമാണ്. പുള്ളി വളരെ അനുകൂലപരമായിട്ട് തന്നെ പറഞ്ഞാണ്, ആവശ്യമാണെന്ന് പുള്ളിയും അംഗീകരിച്ചതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.